നീറ്റ് നെറ്റ് പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ വിദ്യാർത്ഥി പ്രക്ഷോഭം രാജ്യവ്യാപകമായി പടരുകയാണ്. ഇന്ത്യ മുന്നണിയും പ്രതിപക്ഷ കക്ഷികളും രാജ്യവ്യാപകമായി തന്നെ ക്രമക്കേടിനെതിരെ പ്രക്ഷോഭം ആരംഭിച്ചു കഴിഞ്ഞു. എന്നിട്ടും നമ്മുടെ പ്രധാനമന്ത്രി, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി മൗനം പാലിക്കുകയാണ്. മൗനം വിദ്വാനും വിഡ്ഢിക്കും ഒരുപോലെ ഭൂഷണമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തായാലും വിഡ്ഢികളുടെ പട്ടികയിലാവില്ല, ബുദ്ധിമാന്മാരുടെ പട്ടികയിൽ തന്നെയാകും. കാരണം മൂന്നാം ഊഴത്തിലും രാജ്യം ഭരിക്കാൻ ഉള്ള ഭൂരിപക്ഷം നേടിയ മോദി ഒരു വിഡ്ഢിയാണെന്ന് കരുതാനാവില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ, അവരുടെ രക്ഷിതാക്കളുടെ ഭാവി അപകടത്തിലാക്കിയ നീറ്റ് നെറ്റ് പരീക്ഷകളെക്കുറിച്ച് കുറ്റകരമായ മൗനം കേന്ദ്ര സർക്കാർ പാലിക്കുന്നത്? ഒരു വർഷത്തിലേറെയായി കത്തിക്കൊണ്ടിരിക്കുന്ന, ബോംബുകൾ വർഷിക്കുന്ന മണിപ്പൂരിനെ കുറിച്ച് ഇപ്പോഴും മൗനം പാലിക്കുകയാണ് മോദി സർക്കാർ. BJP നേതൃത്വം നൽകുന്ന സംസ്ഥാന സർക്കാരായാലും കേന്ദ്ര സർക്കാരായാലും മണിപ്പൂരിൻ്റെ ശാന്തത, മണിപ്പൂരിലെ ജനജീവിതം തിരിച്ചു കൊണ്ടുവരാൻ ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചില്ല. അതുപോലെ തന്നെ കുറ്റകരമായ മൗനമാണ് നീറ്റ് നെറ്റ് പരീക്ഷകളിൽ സർക്കാർ കാണിക്കുന്നത്. ഓർമ്മ വരുന്നത് കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് നടന്ന കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ പ്രക്ഷോഭമാണ്. അന്ന് TM ജേക്കബ് ആയിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. 5000-ഓളം ജയിച്ച കുട്ടികൾ തോൽക്കുകയും തോറ്റ കുട്ടികൾ ജയിക്കുകയും ചെയ്ത പരീക്ഷാ ക്രമക്കേട് പുറത്തു വന്നപ്പോൾ കേരളം കത്തി. അതോടെയാണ് കരുണാകരൻ സർക്കാരിന് അധികാരത്തിൽ നിന്ന് പോലും ഇറങ്ങിപ്പോകേണ്ടി വന്നത്. അപ്പോൾ വിദ്യാർത്ഥികളെ തൊട്ട് കളിച്ചാൽ വിദ്യാഭ്യാസ രംഗം ശുദ്ധീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു സർക്കാരിനും മുന്നോട്ട് പോകാനാവില്ല. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ഗ്രേസ് മാർക്ക് ലഭിച്ച 1563 വിദ്യാർത്ഥികൾക്ക് വീണ്ടും പരീക്ഷ നടത്തുകയാണ്. അടുത്ത ദിവസം ആ പരീക്ഷ അരങ്ങേറുകയാണ്. അപ്പോൾ പ്രസക്തമാകുന്നത് സുപ്രീം കോടതി പറഞ്ഞ വിധിയാണ്, വിധിയല്ല, പരാമർശമാണ്. 1% 1%, 0% പോലും സംശയം ഈ മത്സര പരീക്ഷകളുടെ കാര്യത്തിലുണ്ടെങ്കിൽ അത് അതീവ ഗൗരവമാണ്, കാര്യങ്ങൾ പുനഃപരിശോധിക്കേണ്ടി വരും എന്ന് പറഞ്ഞ സുപ്രീം കോടതി 8-ാം തീയതി ഈ പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഹർജികളെല്ലാം പരിഗണിക്കുകയാണ്. എന്തായാലും സുപ്രീം കോടതിയുടെ വിധി ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് പോലെ അന്വേഷണ കമ്മീഷനോ അല്ലെങ്കിൽ നാഷണൽ ടെസ്റ്റിംഗ് അതോറിറ്റിയുടെ പരിഷ്കരണമോ ഒന്നും തന്നെ ആവില്ല. തീർച്ചയായും അടിമുടി പരിഷ്കരിക്കേണ്ട, മാറ്റിമറിക്കേണ്ട ഒന്നായി ഈ പരീക്ഷാ സംവിധാനം മാറിയിരിക്കുന്നു എന്നത് ഉറപ്പാണ്. ഇതിനെതിരെയുള്ള സമരം ഇന്ത്യ മുന്നണിയായാലും, ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന രാഹുലായാലും പ്രിയങ്ക ആയാലും സാധാരണ സമരങ്ങളെപ്പോലെ ലാഘവ ബുദ്ധിയോടെ കാണാൻ പാടില്ല. പ്രതിപക്ഷത്തിൻ്റെ പല്ലും നഖവും ഉപയോഗിച്ച് പാർലമെന്റ് സമ്മേളനം തുടങ്ങുമ്പോൾ അവർ ആഞ്ഞടിക്കുക തന്നെ വേണം. ഈ വിഷയത്തിൽ പ്രധാനമന്ത്രിയെ കൊണ്ട് സംസാരിപ്പിക്കാനും പ്രതികരിക്കാനും നടപടിയെടുപ്പിക്കാനും കഴിഞ്ഞില്ലെങ്കിൽ ഇന്ത്യ മുന്നണി തിരഞ്ഞെടുപ്പിൽ ഉണ്ടായ പരാജയത്തിനേക്കാൾ വലിയ പരാജയമായിരിക്കും ഏറ്റുവാങ്ങുക.